അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം 62-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടെ ഇറാൻ തങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് സ്മാർട്ടായി പെരുമാറണമെന്നും ഇത് പുതിയൊരു ആണവ കരാർ അംഗീകരിക്കാൻ തയ്യാറാകണമെന്നും പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാട്. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ടു. കൂടുതൽ കർശനമായ ഉപാധികളോടെയുള്ള ഒരു പുതിയ ആണവ കരാറാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാൻ വിസമ്മതിച്ചാൽ ഉപരോധവും സൈനിക നീക്കങ്ങളും ശക്തമാക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകി. ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് ഉപരോധം കാരണം ഇറാന്റെ എക്കണോമി വളരെ വീക്കായിരിക്കുകയാണ് എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അമേരിക്ക അപമാനിതരായിക്കൊണ്ടിരിക്കുകയാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മേഴ്സ് വിമർശിച്ചു. ഏപ്രിൽ 27-ന് ജർമ്മനിയിലെ മാസ്ബർഗിലെ വിദ്യാർത്ഥികളുമായി സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചത്. ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതല്ലാതെ അതിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കണം എന്നതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ഇല്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നത്. ഇത്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുന്നത് എളുപ്പമാണെങ്കിലും പുറത്തു കടക്കുന്നത് പ്രയാസമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്ക നേരിട്ട തിരിച്ചടികളോട് അദ്ദേഹം താരതമ്യം ചെയ്തു. ഇറാൻ പ്രതീക്ഷിച്ചതിലും ശക്തമാണെന്നും ചർച്ചകളിൽ അവർ അമേരിക്കയെ സമർത്ഥമായി തോൽപ്പിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു. ഹോർമൂസ് കടലിടുക്ക് തടഞ്ഞത് ജർമ്മനിയുടെ സമ്പദ്വ്യവസ്ഥയെയും ഊർജ വിതരണത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്നും യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. മേഴ്സിന്റെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി പ്രതികരിച്ചു. ട്രംപ് മേഴ്സിനെ വിമർശിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടു. മേഴ്സിന് കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നും ഇറാൻ ആണവായുധം കൈവശം വയ്ക്കുന്നത് ജർമ്മനിക്ക് കുഴപ്പമില്ലെന്നാണ് മേഴ്സ് കരുതുന്നതെന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ജർമ്മനിയിലെ അമേരിക്കൻ സൈനികരുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആഗോള വിപണിയിൽ എണ്ണവില 2022 ശേഷമുള്ള ഏറ്റവും വലിയ നിരക്കിലെത്തിയിരിക്കുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിലെത്തി എന്നതാണ് പുതിയ റിപ്പോർട്ട്. അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ ഇപ്പോഴത്തെ ഗതിയെക്കുറിച്ച് സെനറ്റ് സമിതി യുഎസിന്റെ സെനറ്റ് സമിതി പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെക്സത്തിനെ വിശദമായി ചോദ്യം ചെയ്തു. ഏകദേശം 6 മണിക്കൂറോളം നീണ്ടുനിന്ന കടുത്ത ചോദ്യം ചെയ്യലിനെയാണ് അദ്ദേഹം നേരിട്ടത്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങൾ എത്രത്തോളം ഫലപ്രദമാണെന്നും യുദ്ധം എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനെക്കുറിച്ചും തർക്കങ്ങളുണ്ടായി. യുദ്ധം കാരണം അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന വലിയ ചെലവുകളെക്കുറിച്ചും വിലക്കയറ്റത്തെക്കുറിച്ചും അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു. പ്രസിഡന്റ് ട്രംപിന്റെ നയങ്ങളെ പീറ്റ് ഹെക്സത്ത് പ്രതിരോധിച്ചു. നാവിക ഉപരോധവും സൈനിക നീക്കങ്ങളും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിച്ചു. ഇറാന്റെ ആണവശേഷി തടയുകയാണ് പ്രാഥമികമായ ലക്ഷ്യമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമൻ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ചരിത്രം കുറിച്ചു. ഈ ബഹുമതി ലഭിക്കുന്ന രണ്ടാമത്തെ ബ്രിട്ടീഷ് രാജകുടുംബാംഗമാണ് അദ്ദേഹം. 1991-ൽ എലിസബത്ത് രാജ്ഞിയാണ് ഇതിനു മുൻപ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തത്. അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കേണ്ടതിന്റെയും പുതുക്കേണ്ടതിന്റെയും ആവശ്യകത അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. ആഗോള പ്രതിസന്ധികൾക്കിടയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ലോക സമാധാനത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുദ്ധം സൃഷ്ടിച്ച ആഗോള പ്രത്യാഘാതങ്ങൾക്കിടയിലും സഖ്യകക്ഷികൾ ഒത്തൊരുമിച്ച് നിൽക്കണമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത്. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബ്രിട്ടനും അമേരിക്കയും ഒരേ പാതയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി.